ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മളൊരു വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഒരുപാട് സന്തോഷത്തോടെ ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു ഏകദേശം 13ാമത്തെ വിസയും ഇപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട്. കാരണം നവംബറിൽ ഒക്ടോബർ ഞാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇത്രയധികം ഒരു ജസ്റ്റ് ഒരാൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു പരിപാടിയാണ്. പക്ഷേ ഇത് ഇത്രയും ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുമെന്നോ ഇത്ര പേരുടെ വിസ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുമെന്ന് കരുതിയില്ല. വളരെ കുറച്ച് നമ്പറേ ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോൾ ഒരു 27-28 പേരുടെ വരെ ചെയ്തു. ഓൾമോസ്റ്റ് 30 പേർക്ക് അടുത്ത് നിൽക്കുന്നു. അതിൽ 13 പേർക്ക് വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ മുംബൈയിൽ നിന്നുള്ള അനുഷ എന്ന് പറഞ്ഞ ക്യാൻഡിഡേറ്റിന് വിസ കിട്ടിയിരിക്കുന്നു. അപ്പോൾ അനുഷയുടെ ചെറിയ കുറച്ച് എക്സ്പീരിയൻസ്, മുംബൈ എംബസിയുടെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അനുഷ രാവിലെ ആയിരുന്നു ഇന്റർവ്യൂ, പക്ഷെ അവർ നേരത്തെ തന്നെ കയറ്റി. അനുഷയുടെ സിസ്റ്റർ യുഎസിലുണ്ടായിരുന്നു. സോ ഷീ ഗോട്ട് ആൻ ഇൻവിറ്റേഷൻ ലെറ്റർ ഫ്രം ദ സിസ്റ്റർ. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു റിലേറ്റീവോ, അതായത് ഡയറക്റ്റ് ബ്ലഡ് റിലേഷൻഷിപ്പ് ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ചാൻസ് ഓഫ് അപ്രൂവൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഈവന്റോ, നമ്മൾ ഈവന്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം മുംബൈയിലെ കാര്യം, ആ എംബസിയെ കുറിച്ച് മാത്രം നമുക്ക് ഇപ്പം സംസാരിക്കാം. അപ്പം ആ എംബസിയിൽ 15ഓളം കൗണ്ടർ ഉണ്ടെന്നാണ് അനുഷ എന്നോട് പറഞ്ഞത്. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കീപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാ ഇന്റർവ്യൂവേഴ്സ്, മോസ്റ്റ് ഓഫ് ദി ഇന്റർവ്യൂവേഴ്സ് എല്ലാം യുഎസ് സിറ്റിസൺസ് തന്നെയായിരുന്നു. ചിലർ മെക്സിക്കൻസ് ഉണ്ടായിരുന്നു, ചിലർ ഈ പറഞ്ഞ പോലെ ഏഷ്യൻ, നമ്മുടെ ജാപ്പനീസ്, അങ്ങനെയുള്ള ഒറിജിനൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സോ അനുഷയുടെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ലോങ് ആയിരുന്നു. ഒരു 10-12 ക്വസ്റ്റ്യനുള്ള അനുഷയോട് ചോദിച്ചു. അനുഷ എല്ലാം വളരെ എലിഗന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. സോ എത്ര കണ്ട് നമ്മൾ ട്രെയിൻ ചെയ്താലും, എത്ര കണ്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് മുഴുവൻ തന്നാലും, നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. എങ്ങനെ നിങ്ങളുടെ ആൻസർ നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുന്നു, അവിടെ പോയിട്ട് എങ്ങനെ നിങ്ങളുടെ ആൻസർ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻ്റ്. അതിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്ന് പറയുമ്പം അചഞ്ചലമായ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ അവിടെ പോയി മസിൽ പിടിച്ച് നിൽക്കാനല്ല, വളരെ കാമായിട്ട്, പൊളൈറ്റായിട്ട്, പ്രൊഫഷണലായിട്ട് അവരുടെ ക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമർ മിസ്റ്റേക്കോ തെറ്റുകളോ ഒക്കെ മാറി നിൽക്കുന്നുണ്ട്, അതൊന്നും വിഷയമല്ല. നിങ്ങളുടെ മുഖത്തൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടാകണം. വളരെ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു എലിഗൻസ് അവിടെ ഉണ്ടാവണം. മനസ്സിലായി? അനുഷ ഈ കാര്യങ്ങളിലെല്ലാം വിജയിച്ചു എന്നാണ് എനിക്ക് അറിയുന്നത്. ബട്ട് ഷീ വാസ് സോ ഹാപ്പി. എന്നെ വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. കാരണം പുള്ളിക്കാരുടെ ഹസ്ബൻഡിന് വിസ ഉള്ളതാണ്. സോ പുള്ളിക്കാരിക്ക് വിസ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് വിളിച്ചത്. അപ്പം പുള്ളിക്കാരിക്ക് ഞാൻ ഒരു മോക്ക് ഇന്റർവ്യൂ പോലും, സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഗത്തൊരു മോക്ക് ഇന്റർവ്യൂ പോലും ചെയ്തിട്ടില്ല. ഞാൻ കുറെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ പുള്ളിക്കാർക്ക് അയച്ചു കൊടുത്തു. ബട്ട് ഷീ പ്രാക്ടീസ്ഡ് ഇറ്റ്. ഐ മീൻ ഷീ കെയിം അപ്പ് വിത്ത് എ ഫോർമുല ഓഫ് ഹെർ ഓൺ. ഐ മീൻ ദാറ്റ്സ് ദ റിയൽ തിങ്. അവരുടെ ഭർത്താവുമായിട്ട് സംസാരിച്ചു. പുള്ളിക്കാരനാണെങ്കിൽ ഹ്യൂജ് സപ്പോർട്ടാണ് അവർക്ക്. അപ്പം ഭർത്താവിനോട് കൊണ്ട് മോക്ക് ഇന്റർവ്യൂ പോലെ അവർ സെഷൻസ് വെച്ചു, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തു. ദാറ്റ്സ് വാട്ട് റിയലി മാറ്റേഴ്സ്. മറ്റൊരാൾ പറഞ്ഞു തരുന്നതിനേക്കാളും ഇപ്പം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്ലയൻറ്റിന് നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുക്കും. ഫ്രം ഡോക്യുമെന്റേഷൻ, ഇന്റർവ്യൂ, എല്ലാത്തിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കും. പക്ഷേ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ലെവലുള്ള സപ്പോർട്ട്, നിങ്ങളുടെ ഇൻഡിവിജ്വൽ ലെവലുള്ള അറ്റംപ്റ്റ്സ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് പെട്ടെന്ന് ഒരു രാജ്യത്തേക്ക് അപ്ലൈ ചെയ്യുന്ന പോലൊരു വിസയുടെ പരിപാടി അല്ലല്ലോ ഇത്. ഈ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അതൊരു ഇന്റർവ്യൂ തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ജോലിക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ അല്ല, വളരെ സിമ്പിളായിട്ടൊരു ഇന്റർവ്യൂ ആണ്. പക്ഷേ ആ ഇന്റർവ്യൂവിന് ഒരു വാല്യൂ ഉണ്ട്. മോക്ക് ഇന്റർവ്യൂസിനുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. സോ ആ ടൂൾസൊക്കെ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് താഴെ വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ചാറ്റ് GPT അല്ലെങ്കിൽ ഡീപ് സീക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും AI ചാറ്റ് ഏജന്റുമായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു മോക്ക് ഇന്റർവ്യൂ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാം. അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിലുണ്ട്, അത് നിങ്ങൾക്ക് കാണാം വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള മോക്ക് ഇന്റർവ്യൂസ് ധാരാളമായിട്ട് കണ്ടക്ട് ചെയ്യുക. ടൈപ്പ് ചെയ്ത് ചാറ്റ് ഏജന്റുമായിട്ട് മോക്ക് ഇന്റർവ്യൂ നടത്തുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ ഇന്റർവ്യൂസ് ഉണ്ട്. അങ്ങനെ ഇന്റർവ്യൂസിൽ പങ്കെടുക്കുക. എന്ന് വെച്ചാൽ മോക്ക് ഇന്റർവ്യൂസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. സോ പ്രിപ്പയർ വെൽ. എന്നാൽ എപ്പോഴും നല്ലോണം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഈ വിസ ആപ്ലിക്കേഷൻ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് കാടുകയറി പറയുന്നതല്ല ഇത്. കാരണം പലരും അപ്ലൈ ചെയ്തിട്ട് വിസയുടെ ഇന്റർവ്യൂവിൻ്റെ തലേന്നാണ് ഈ അയച്ചു കൊടുത്ത ചോദ്യങ്ങളൊക്കെ നോക്കുന്നത്. സോ അത് ഒഴിവാക്കുക. നിങ്ങൾ ഇന്റർവ്യൂവിന് ഇത് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരാളാണ്, ഇത്ര പൈസ ചിലവാക്കി നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഫർട്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ, എന്നോട് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് മുഹമ്മദ് എന്ന് പറഞ്ഞ പയ്യൻ, അവന് ട്രാവൽ ഹിസ്റ്ററി ഇല്ല. അവന് വ്യക്തമായിട്ടൊരു പർപ്പസ് അവൻ പ്ലാൻ ചെയ്തുമായിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നേ ഉള്ളത്. പക്ഷേ അവൻ്റെ വിസയുടെ ഇമ്പോർട്ടൻസിന്റെ സീരിയസ് മനസ്സിലാക്കിയിട്ട് അവനിപ്പോൾ ഒരു ടൂറിലാണ്. അവിടെ 3-4 രാജ്യങ്ങൾ പൈസ മുടക്കി സന്ദർശിക്കുകയാണ്. ബിക്കോസ് ട്രാവൽ ഹിസ്റ്ററി ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നവനറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഭാഗത്തും നമ്മൾ എടുക്കുന്ന എഫേർട്ട് പോലിരിക്കുന്ന നമുക്ക് കിട്ടുന്ന റിസൾട്ട്. സോ
I wish you all the very best. Thank you for all your support. And again, congratulations, Anusha. And Anusha's experience നമുക്ക് വരുന്ന വീഡിയോയിൽ അനുഷ ഷെയർ ചെയ്യുന്നുണ്ട്. ഷീ ഈസ് ബിറ്റ് ബിസി. സോ അനുഷ ഷെയർ ചെയ്ത ഉടനെ അനുഷയുടെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസും ബാക്കി കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. സോ മുംബൈ പോകുന്നവർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. മുംബൈ സേഫ് നൗ. മുംബൈ വളരെ നല്ല ഒഫീഷ്യൽസാണ് ഞാൻ കേട്ടത്. ഒരുപാട് പേർക്ക് വിസ അപ്രൂവ് ആയെന്ന് അനുഷ പറയുന്നുണ്ട്. പിന്നെ അവിടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു എന്നും പറയുന്നവർക്ക് ആൾക്കാരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. So all the very best, guys. I'll come back with another video. See you again soon. Bye bye.